അത് താന്ത്രികപരമായിട്ട് അതായത് രാമനെ ആരാധിക്കാൻ പാടില്ല. രാമൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഒരു തോൽവിയായിരുന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം മക്കൾ പോലും അദ്ദേഹത്തെ കൊല്ലാൻ നടന്നു, ലവനും കുശൻ. അതുപോലെ തന്നെ അദ്ദേഹം ഭാര്യയെ സംശയിച്ച് കാട്ടിൽ അയച്ച വ്യക്തിയാണ്. നവമിയിൽ ജനിച്ച വ്യക്തിയുടെ പ്രത്യേകതകളെപ്പറ്റി താന്ത്രികപരമായി അറിയുന്നവരുമായിട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് കൂടുതൽ മനസ്സിലാവും. ഇപ്പൊ ഹനുമാൻ ആരാധിക്കാം. ഇപ്പൊ നമ്മൾ വിളി കേൾക്കുന്ന എനർജികളുണ്ട്, അതിനെ ഉപാസിച്ചോട്ടെ. പക്ഷെ എന്തിനാണ് ഇപ്പം അച്ഛൻ, വലിയച്ഛൻ, കൊച്ചച്ഛൻ, അമ്മായിയച്ഛൻ, പള്ളിയിലച്ഛൻ, എല്ലാത്തിലും ഒരു അച്ഛനുണ്ട്. എന്നാൽ ഒറിജിനൽ അച്ഛനില്ലെങ്കിൽ ഏതെങ്കിലും ഒരു അച്ഛനെ പരിഗണിച്ചോ എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയല്ലേ ഇത്? ഐ ആം ഇൻ ടു ദിസ് ഫീൽഡ്. ഞാനൊരു അഘോരിയാണ്. എന്റെ ഫീൽഡ് അതാണ്. ഇവർക്ക് അറിയാത്ത മേഖലയിലാണ്. അതായത് സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് ഹാർട്ട് സർജറി ചെയ്യുന്ന പോലത്തെ രീതിയാണ് ഇവർ ചെയ്യുന്നത്. വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ നോട്ട്, നിങ്ങൾക്കാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളോട് കുറച്ച് ലീഡ്സ് തരുന്നിട്ട് പോവുകയാണ്. അതുകൊണ്ട് മാത്രമല്ല നരേന്ദ്രമോദി തോറ്റു. നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ മാസം റോഡ് ഷോ നടത്തിയത് ഇന്ത്യൻ ചരിത്രത്തിൽ ആകെ ഒരു സന്യാസി ഉണ്ടെങ്കിൽ അത് ഞാനാ. കർണാടകയിൽ ആയിരക്കണക്കിന് ആൾക്കാരെ വെച്ചിട്ട് ഞാൻ റോഡ് ഷോ നടത്തി അദ്ദേഹത്തെ ഞാൻ സപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ഇലക്ഷന് BJP എവിടെ പൊട്ടുമെന്ന് ഞാൻ തന്നെ ബൊമ്മയെടുത്തും പറയുന്നത്. അതെല്ലാം ട്വിറ്ററിലുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അവർക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി. ഞാൻ ഈ കേരളത്തിന്റെ സിറ്റുവേഷൻ ഞാൻ പറയാണ്. കേരളം വേറെ രീതിയിലാണ് കൊണ്ടുപോകുന്നത് അവർ. ഒരു സ്ഥലത്ത് സപ്പോർട്ട് ചെയ്യുന്നത് അത് എന്റെ ധാർമ്മിക ബോധം. ഒരു സ്ഥലത്ത് അവർ ചെയ്യുന്ന തെറ്റുകൾ കാണിക്കുന്നതും അത് എന്റെ യുക്തിബോധമാണ്. ഇവ തെറ്റ് കാണിച്ചാൽ തെറ്റല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ എനിക്കെന്ത് വിലയാണുള്ളത്? ഞാൻ BJP എന്നല്ല. എനിക്ക് ആര് ഇന്ത്യയുടെ ആത്മാവിനെ സംരക്ഷിക്കുന്നുണ്ടോ, ആര് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ അവരുടെ കൂടെ ഞാൻ നിൽക്കും. എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല. മോദിജി ഇന്ത്യക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത സമയത്തും ചെയ്യുന്ന സമയത്തും അദ്ദേഹം ചെയ്യുന്ന നല്ലതിന് ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിന് എഗൻസ്റ്റ് അല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ചില രീതികൾ ശരിയല്ല. അത് ഈ പറയുന്ന താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിനുള്ള മറുപടി ജനുവരി 17 കഴിഞ്ഞ വർഷം 2023 വെൽബറ്റ് പെരേറ എന്ന് പറയുന്ന അവരുടെ മാംഗ്ലൂരിയൻ ടൈംസ് എന്ന് പറയുന്ന manglurian.com അതിൽ മോദിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായ ഒരു പ്രഡിക്ഷൻ സീരീസിൽ നടത്തിയിട്ടുണ്ട്. അങ്ങ് എപ്പോഴെങ്കിലും വായിച്ചു നോക്കൂ. അത് യു വിൽ ഗെറ്റ് ടു നോ അബൌട്ട് ദാറ്റ്. 100%. അത് പറയാത്തത് അവരുടെ അറിവാണ്. ഓരോരുത്തർ ഇപ്പൊ അങ്ങേക്ക് ജേർണലിസത്തെ പറ്റി ഒരു കാര്യം ചോദിച്ചാൽ പറയാൻ പറ്റും. പിണറായി വിജയന് പൊളിറ്റിക്സിനെ പറ്റി ഒരു കാര്യം പറയാൻ പറ്റും. ഒരു ന്യൂറോളജിസ്റ്റിന് അദ്ദേഹത്തിന്റെ സബ്ജക്റ്റിനെ പറ്റി പറയാൻ പറ്റും. അത് അവരുടെ ഫീൽഡിലുള്ള അവരുടെ പരിജ്ഞാനമാണ്. നമുക്കൊരു കാര്യം അറിയില്ല എന്ന് കരുതി അത് ശരിയല്ലെന്നുണ്ടോ? നമുക്ക് എത്ര പേർക്ക് സ്പേസ് സയൻസിനെ പറ്റി അറിയാം? ഇതാരും പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും ആദ്യമായിട്ടല്ലേ ഓരോന്ന് പറയാറും ചെയ്യാറും. പോലീസ് സ്റ്റേഷനിൽ പോയി അന്നൊരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അതൊരു സന്യാസി ചെയ്യുന്ന കാര്യമാണോ എന്ന് അന്ന് ചോദിച്ചു. പിന്നീട് അവർക്ക് മനസ്സിലായി എന്തിനാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയത്, അന്ന് തോക്കെടുത്തത് കാര്യങ്ങളെല്ലാം. അപ്പൊ അന്നത് കുറ്റമായിരുന്നു. പിന്നീട് അതിന്റെ വിധി വന്നപ്പോൾ അത് കുറ്റമല്ല. അപ്പൊ നിങ്ങളെല്ലാവരും നമ്മൾ സംഭവിക്കുമ്പോൾ അറിയും, ചിലവർ സംഭവിക്കുന്നതിന് മുമ്പ് പറയും. ഞാൻ ഒരു ഗണത്തിൽപ്പെട്ട ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ ഞാൻ നിങ്ങളെ ഒരു മെസ്സേജ് ഇവിടെ ആൾക്കാർക്ക് കൊടുക്കാൻ വരുമ്പോൾ അതിന്റെ സെൻസും കൂടെ നമ്മൾ ഉൾക്കൊണ്ടാൽ സന്തോഷം, അത്രേ ഉള്ളൂ. ഞാൻ കർണാടകയിൽ നിന്നാണ് വരുന്നത്. ഇല്ല, ഞാൻ കേരളത്തിലല്ല. എനിക്ക് എന്റെ കൂടെയുള്ള പിള്ളേരെല്ലാവരും അവിടെ നിന്ന് വന്ന ഇവരൊക്കെ ഈ നാട്ടിൽ ഇവർക്കൊക്കെ മക്കളും കുട്ടികളും ഒക്കെ ഉണ്ട്. അവരൊക്കെ മൈക്രോസോഫ്റ്റിലും അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവരാ. അപ്പോ പിള്ളേരൊന്നുമല്ല. അവിടെ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്ന് എനിക്ക് ചിലത് പറയണം. കാരണം ഇവിടെ എന്നെ വിശ്വസിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു ജനത ഈ നാട്ടിലുണ്ട്. ഇവിടെ എല്ലാവരും രാഷ്ട്രീയം കളിച്ച് അവർക്ക് തോന്നിയതുപോലെ കളിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ സമാധാനത്തിന് അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്തിന് ആരും ഉത്തരവാദിത്വം എടുക്കും?